ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് പേറ്റന്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. പേറ്റന്റീസിന്റെ ആദ്യത്തെ റൈറ്റ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പേറ്റന്റഡ് പ്രോഡക്റ്റ് അതല്ലെങ്കിൽ പേറ്റന്റഡ് പ്രോസസ്സിന്റെ മുകളിൽ കംപ്ലീറ്റ് റൈറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് അവർക്ക് മാത്രമായിരിക്കും അതിൻ്റെ മുകളിലുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ എക്സ്ക്ലൂസീവ് റൈറ്റ്സ്, അതായത് ഇതിൻ്റെ മുകളിലുള്ള ഫുൾ അവകാശം അല്ലെങ്കിൽ ഫുൾ റൈറ്റിനെ കുറിച്ചിട്ട് പറയുന്നത് സെക്ഷൻ 48 ഓഫ് പേറ്റന്റ്സ് ആക്ട് ആണ്. അതായത് സെക്ഷൻ 48 പറയുന്നുണ്ട്, പേറ്റന്റീസിന് അത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ പ്രോസസ് ആയിക്കോട്ടെ ആ സാധനം അതല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ മുകളിലുള്ള കൺക്ലൂസീവ് അതല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അവകാശം ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ടായാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് അതല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വീണ്ടും മാനുഫാക്ചർ ചെയ്യാനോ അതായത് വീണ്ടും ഉണ്ടാക്കാനോ അത് വീണ്ടും വിൽക്കാനോ അതല്ലെങ്കിൽ അവരുണ്ടാക്കിയ ആ സാധനം വിൽക്കാനോ അത് പുറത്തോട്ട് കയറ്റി അയക്കാനോ അതല്ലെങ്കിൽ അത് അവർക്ക് അവരുടെ ആവശ്യത്തിന് തന്നെ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ ഈ പേറ്റന്റീസിന്റെ റൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു പേറ്റന്റഡ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ പ്രോസസ്സിനോ മുകളിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ പേറ്റന്റീസിനുള്ള ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. രണ്ടാമതായിട്ട് റൈറ്റ് ടു എക്സ്പ്ലോയിറ്റ് ദ പേറ്റന്റ്. അതായത് പേറ്റന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചതിന് ശേഷം അതായത് പേറ്റന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തത് തൊട്ട് 20 വർഷം വരെ, അതായത് ഈ 20 വർഷത്തിന്റെ ഇടയിൽ അവരെന്ത് ചെയ്യണം, ഈ പേറ്റന്റ് പുതുക്കുകയൊക്കെ വേണം. സോ ഇത്രയും സമയത്തിന്റെ ഇടയിൽ ഈ പേറ്റന്റിക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആ പേറ്റന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് അവരുടെ ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാം. അത് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അതിൻ്റെ മുകളിൽ വിൽക്കാനോ അത് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അത് യൂസ് ചെയ്യാനും അത് വിൽക്കാനും ഒക്കെ സാധിക്കും. സോ 20 വർഷക്കാലം റിന്യൂവൽ ഫീസ് അടച്ചതിന് ശേഷം പേറ്റന്റിക്ക് എന്ത് ചെയ്യാം, ആ പേറ്റന്റഡ് പ്രോഡക്റ്റ് അതല്ലെങ്കിൽ ആ പേറ്റന്റഡ് പ്രോസസ് അവരുടെ ഇഷ്ടപ്രകാരം മേക്ക് ചെയ്യാം, ഉണ്ടാക്കാം, അത് യൂസ് ചെയ്യാം, അത് മറ്റുള്ളവർക്ക് വിൽക്കാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇത് പേറ്റന്റിക്ക് മാത്രമല്ല കേട്ടോ, പേറ്റന്റിക്ക് ഇപ്പോൾ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏജൻസിനും ചെയ്യാം. പേറ്റന്റിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ലൈസൻസ് ഒരു വ്യക്തി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ചെയ്യാം. അടുത്തതാണ് റൈറ്റ് ടു ലൈസൻസ്. സെക്ഷൻ 70 ഓഫ് ഇന്ത്യൻ പേറ്റന്റ്സ് ആക്ട് 1970 പ്രകാരം എന്ത് ചെയ്യാം, ഈ പേറ്റന്റീസിന് അവരുടെ ആ പേറ്റന്റഡ് പ്രോഡക്റ്റ് അതല്ലെങ്കിൽ ആ പേറ്റന്റഡ് പ്രോസസ്സ് ഒരു തേർഡ് പാർട്ടിക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സപ്പോസ് ഒന്നിൽ കൂടുതൽ പേറ്റന്റീസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ 3 പേരും ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കളക്റ്റീവ്ലി ഈ ലൈസൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരാളുടെ ഇഷ്ടപ്രകാരം മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് ഇന്നൊരു തേർഡ് പാർട്ടിക്ക് ഞങ്ങൾ ഈ പേറ്റന്റിയായി ഞങ്ങൾ ലൈസൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് അത് നമ്മുടെ പേറ്റന്റ് കൺട്രോളറുടെ മുൻപാകെ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തതായി സെക്ഷൻ 69 സബ്സെക്ഷൻ 5 അണ്ടറിൽ ഒരു റൈറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പേറ്റന്റിക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ആ പേറ്റന്റഡ് ഇൻവെൻഷൻ അതല്ലെങ്കിൽ ആ ഒരു പേറ്റന്റഡ് പ്രോസസ്സിൻ്റെ മുകളിൽ ഉള്ള ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് അതല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് മറ്റൊരു തേർഡ് പാർട്ടിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ലൈസൻസ് കൊടുക്കാനോ ഉള്ള അർഹതയുണ്ട് അതല്ലെങ്കിൽ റൈറ്റ് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു ഡൗട്ട് ഞാൻ പറയാം. അതായത് മുന്നത്തെ പോയിന്റിൽ റൈറ്റ് ടു ഗ്രാൻഡ് ലൈസൻസ് എന്ന് പറഞ്ഞു, ഇപ്പോൾ വീണ്ടും റൈറ്റ് ടു അസൈൻ എന്ന് പറഞ്ഞു. ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതായിരിക്കും. ആക്ച്വലി റൈറ്റ് ടു അസൈൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പെർമിഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം,
അല്ലെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു പെർമിഷൻ മാത്രമാണ് കൊടുക്കുന്നത്. ബട്ട് അസൈൻ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിലുള്ള ഓണർഷിപ്പും കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ അസൈൻ ചെയ്യുന്ന സമയത്ത് അത് എന്തായിരിക്കണം, റിട്ടൺ ഫോമിലായിരിക്കണം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവേണ്ടത്. സോ പേറ്റൻസ് ആക്ടിൽ അതൊരു വാലിഡ് അസൈൻമെന്റ് അതല്ലെങ്കിൽ വാലിഡ് ലൈസൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്തായാലും റിട്ടൺ ഫോമിൽ നമ്മുടെ പേറ്റന്റ് അതോറിറ്റിയുടെ മുൻപാകെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വാലിഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ ലൈസൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അടുത്തതായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സറണ്ടർ ദ പേറ്റന്റ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് ഒരു പ്രോസസ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേം എന്ന് പറയുന്നത് 20 വർഷക്കാലം ആണ് എന്നുള്ളത്. ബട്ട് ആ 20 വർഷക്കാലം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് എൻജോയ് ചെയ്യണം എന്നില്ല. ഇപ്പം സപ്പോസ് എനിക്ക് തോന്നുകയാണ്, എനിക്ക് മതി, ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇതിൻ്റെ മോണോപ്പൊളി ഞാൻ എൻജോയ് ചെയ്തത് എനിക്ക് മതിയായി, എനിക്ക് ഇനി ഇതിൻ്റെ മുകളിലുള്ള മോണോപ്പൊളിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിലുള്ള ആ പേറ്റന്റ് ഉപേക്ഷിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ സറണ്ടർ ചെയ്യാവുന്നതാണ്. സോ സെക്ഷൻ 63 പ്രകാരം ഇപ്പോൾ ഒരു പേറ്റന്റിക്ക് തോന്നുകയാണ് അയാൾക്ക് ഇനി ഈ പേറ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകണ്ട, 20 വർഷക്കാലം കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ താല്പര്യപ്പെടുന്നില്ല എന്ന് തോന്നിക്കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ പേറ്റന്റ് സറണ്ടർ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ അദ്ദേഹം സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മുടെ കൺട്രോളർ ഓഫ് പേറ്റന്റിന് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, അതായത് ഞാൻ എൻ്റെ പേറ്റന്റ് സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ചെയ്തതിന് ശേഷം കൺട്രോളർ എന്ത് ചെയ്യും, ആ ഒരു കാര്യം നമ്മുടെ ഗസറ്റിൽ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യും. സോ അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഇയാൾ ഇത് സറണ്ടർ ചെയ്യുന്നതിൽ എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് വരാം. സോ അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രൊസീഡിങ്സ് ആയിട്ട് മുന്നോട്ട് പോകും. കൺട്രോളർ 2 ഭാഗവും കേൾക്കും. അതിനുശേഷം അദ്ദേഹം ഒരു ന്യായമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കും. സോ ഇത്രയാണ് പറയുന്നത്, ഒരു പേറ്റന്റ് അദ്ദേഹത്തിൻ്റെ പേറ്റന്റ് സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, ആ ഒരു വിവരം റിട്ടൺ ഫോമിൽ പേറ്റന്റ് കൺട്രോളറെ അറിയിക്കണം. അങ്ങനെ കൺട്രോളറെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു കാര്യം, ആ ഒരു വിവരം ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. സോ അങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതിനോട് എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് സൂചിപ്പിക്കാവുന്നതാണ്. സോ അങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ കൺട്രോളർ കേൾക്കും 2 ഭാഗവും കേട്ടിട്ട് ഇതിലിപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മുടെ കൺട്രോളർ എടുക്കും. ഇപ്പൊ സപ്പോസ് ആർക്കും എതിർപ്പില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേറ്റന്റ് എന്താണ്, സറണ്ടർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സ്യൂ ഫോർ ഇൻഫ്രിഞ്ച്മെന്റ് എന്നുള്ളതാണ്. ഇത് സിമ്പിൾ ആണ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് ഇപ്പൊ എനിക്ക് ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ പ്രോസസ്സിന്റെ മുകളിൽ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് മോണോപ്പൊളി ഒരു കുറച്ച് വർഷത്തേക്ക്, അതായത് ഒരു 20 വർഷക്കാലത്തേക്ക് എനിക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ മറ്റേതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ആ ഒരു റൈറ്റിനെ ഇൻഫ്രിഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ അനുമതി ഇല്ലാണ്ട് എൻ്റെ ആ പേറ്റന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് വീണ്ടും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഉപയോഗിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ആ ഒരു റൈറ്റിനെ വയലേറ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ പേറ്റന്റിക്കോ അതല്ലെങ്കിൽ പേറ്റന്റ് അസൈൻ ചെയ്ത് കൊടുത്ത വ്യക്തിക്കോ അതല്ലെങ്കിൽ പേറ്റന്റ് ലൈസൻസ് കൊടുത്ത വ്യക്തിക്കോ അതല്ലെങ്കിൽ പേറ്റന്റിയുടെ ഒരു ഓതറൈസ്ഡ് ഏജന്റിനോ എന്ത് ചെയ്യാം, ഡിസ്ട്രിക്ട് കോർട്ടിലോ താഴെ പോവാത്ത ഏതൊരു സിവിൽ കോടതിയിലും പോയിട്ട് എന്ത് ചെയ്യാം, ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ സിവിൽ കോടതി കണ്ടെത്തുകയാണ്, അതായത് എൻ്റെ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ കോർട്ട് ഒന്നെങ്കിൽ എനിക്ക് തക്കതായിട്ടുള്ള കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് തരും, അതല്ലെങ്കിൽ ഇൻജങ്ഷൻ ഓർഡർ പാസ്സാക്കും. ഇൻജങ്ഷൻ ഓർഡർ എന്ന് പറയുമ്പോൾ ആ ഇൻഫ്രിഞ്ച് ചെയ്തിരിക്കുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് നിർത്തിവെക്കാൻ കോടതി ഒരു ഉത്തരവ് ഇറക്കും.
അടുത്ത റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു മേക്ക് എ കൺവെൻഷൻ ആപ്ലിക്കേഷൻ. അതായത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ പേറ്റന്റ് ഹോൾഡ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, മറ്റുള്ള കൺട്രീസ്, അതായത് ഈ ഒരു പേറ്റന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൺവെൻഷനിൽ സൈൻ ചെയ്തിട്ടുള്ള മറ്റ് കൺട്രീസിലും അവരുടെ ഈ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ അവരുടെ ഈ പേറ്റന്റ് പ്രോഡക്റ്റിന് അല്ലെങ്കിൽ പ്രോസസ്സിന് പ്രൊട്ടക്ഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് റൈറ്റ് ടു മേക്ക് എ പേറ്റന്റ് ഓഫ് അഡീഷൻ. പേറ്റന്റ് ഓഫ് അഡീഷൻ ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പേറ്റന്റ് ഓഫ് അഡീഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനും നമ്മുടെ പേറ്റന്റ് ഹോൾഡറിന് റൈറ്റ് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.